ഹലോ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പോകുന്നതല്ലേ, വേറെ എങ്ങോട്ടല്ല നമുക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും ക്ലോസ് ആയ ഒരാളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഈ ബാക്കിൽ വരുന്ന ഓട്ടോ ഉണ്ടോ, ആ ഓട്ടോനെ ഓവർടേക്ക് ചെയ്തതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. ആ ഓട്ടോയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ മാമനും അമ്മയും മക്കളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ വേഗം കല്യാണം വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇവരൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇവർ ചമ്മൽ കാരണം മുഖമൊക്കെ പൊത്താണ് കേട്ടോ. പിന്നെ അവരെന്തൊക്കെയോ 3 പേരും കാര്യമായിട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കയറിയപ്പാടെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, കല്യാണത്തിൽ കയറി നമുക്ക് വെൽക്കം ഡ്രിങ്ക് കുടിക്കണമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സോറയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചെക്കനും പെണ്ണിനെ നോക്കിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കല്യാണത്തിലൊക്കെ പോയ ചെക്കനും പെണ്ണിനെ നോക്കിയിരിക്കാൻ. അതെന്താണെന്നറിയില്ല, ഞാൻ അവർ രണ്ടുപേരും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് അങ്ങനെയാണോ? ആണെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചു. പിന്നെ നമ്മൾ ഫ്രെയിം കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെന്താ എന്നോട് പറയണമെന്ന് വെച്ചാൽ, ഈ ഒരു ഫ്രെയിം കൊടുത്തത് ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചേച്ചി, ആ സ്റ്റുഡിയോത്തെ ചേച്ചി ആളെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ആളൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്തിരിക്കല്ലേ, ഞാൻ തന്നെയാണ് ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യിപ്പിച്ചത്. പക്ഷെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്ന അമ്മയായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിലോ എന്നൊക്കെ ഞാനൊരു സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ അവർ പറയുകയാണെ, ഇനി അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ നാണം കെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചിട്ട് നോക്കുമ്പോൾ അവരുടെ ഫോട്ടോ തന്നെ ആയിരുന്നു. സമാധാനം. പിന്നെ നമ്മൾ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മാമനും മക്കളും അവരും ഫോട്ടോ എടുത്തു. പിന്നെ ഹാവിക്കുട്ടനാണെങ്കിൽ ഡാൻസൊക്കെ കേട്ടിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി പെണ്ണിനെയൊക്കെ അറിയാമായിരുന്നു കേട്ടോ. ചെക്കനായിരുന്നു കേട്ടോ ഞങ്ങളുടെ റിലേറ്റീവ്. അപ്പോൾ അവർ അത്രയും ഡ്രീം ചെയ്ത ഒരു നിമിഷമായിരുന്നു. എന്തായാലും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ നിൽക്കല്ല, അപ്പോൾ നല്ല ചൂടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് വന്നു കേട്ടോ. അവിടെ അടുത്ത് മൊത്തം റിലേറ്റീവ്സിൻ്റെ വീടായിരുന്നു. അപ്പോൾ ഇതൊരു റിലേറ്റീവിൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു എല്ലാവരും കൂടെ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു വീട് കണ്ടോ, ഈ ഒരു വീട് എൻ്റെ അമ്മമ്മയുടെ വീടാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ആരും താമസമില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോൾ സുന്മാമേൻ്റെ ഐസ്ക്രീം കഴിക്കാൻ നോക്കിയിട്ടോ. പിന്നെ നമ്മൾ നേരെ എൻ്റെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് വന്നു. ഇതാണ് കേട്ടോ എൻ്റെ അച്ചച്ചയ്ക്ക് കുറച്ച് വയസ്സായി കാര്യങ്ങളായി, ആൾക്ക് മറവിയൊക്കെ വന്നു തുടങ്ങിയിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നേരെ അമ്മമ്മയുടെ വീട്ടിലോട്ട് പോയി. എൻ്റെ അച്ഛമ്മയുടെ വീട് അമ്മമ്മയുടെ വീടൊക്കെ അടുത്തടുത്താണ്. പിന്നെ നേരെ അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്